Hello everyone, welcome back to Silent Learning. It's me Jamshad. You can always call me JD. നിങ്ങളുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് മാത്രമല്ല ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ദ നെവർ നെവർ നെസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കണ്ടു തീർക്കുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്റർ എന്താണെന്ന് ഈ ഇത്രയും ക്യാരക്ടേഴ്സിനെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ജാക്ക് ഉണ്ട്, ജാക്കിന്റെ വൈഫായിട്ടുള്ള ജില്ലുണ്ട്, അതുപോലെ ഒരു ആന്റി ഉണ്ട്, ഒരു ഓൺ ജെയിൻ എന്ന് പറഞ്ഞിട്ട്, മാത്രമല്ല ആ വീട്ടിൽ ഒരു നേഴ്സ് കൂടി ഉണ്ട്. ഈ ഇത്രയും ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. EMI സ്കീം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്കീമാണ് EMI എന്നുള്ളത്. അതായത് കുറച്ച് വില കൂടിയ സാധനങ്ങൾ, അതായത് അത്ര വില ഇല്ലാത്തതാണെങ്കിൽ കൂടി ഇപ്പോൾ EMI സ്കീമിലൂടെ നമ്മൾ എന്താക്കാറുണ്ട്, തവണകളായിട്ട് അടച്ചുകൊണ്ട് നമുക്ക് സാധനം സ്വന്തമാക്കുന്ന ഒരു രീതി ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ആ ഒരു സംഭവത്തെ വളരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ദ നെവർ നെവർ നെസ്റ്റ്. ഓക്കെ, ഇത്രയും ക്യാരക്ടേഴ്സും ഈ ഒരു പിക്ചേഴ്സും കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞുള്ളത്. ആക്ച്വലി ഇവര് അങ്ങനത്തെ ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്, അവരുടെ വീട്ടിലെ കാറ്, അവരുടെ ഹോസ്പിറ്റൽ ബില്ലുകൾ എല്ലാം EMI സ്കീമിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാക്കും ജില്ലും. അപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് നമ്മുടെ ഓൺ ജെയിന് വരുന്നത്. എന്നിട്ട് അവരെ നന്നായിട്ട് നല്ല കിടിലനായിട്ട് ട്രോളുന്ന ഒരു സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ കാറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സോഫയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആ സോഫന്റെ കാല് മാത്രമല്ലേ നിങ്ങളുടെ ഇതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ EMI ടീമിൻ്റെതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ വളരെ കളിയാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം പണം ഒരു സംഖ്യ എടുത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം, ഈ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ ജാക്ക് വിചാരിച്ചു, ഈ ഒരു എമൗണ്ട് കൊണ്ട് കാറിന്റെ അടുത്ത മാസത്തെ EMI അടക്കാന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ജില്ല് പെട്ടെന്ന് തന്നെ ജാക്ക് കാണാതെ പെട്ടെന്ന് തന്നെ എന്താക്കി, അത് തന്റെ കുട്ടിയുടെ ഹോസ്പിറ്റൽ ബില്ല് എന്താക്കി അടച്ചുകൊണ്ട് ആ ഒരു കുട്ടിയെങ്കിലും തന്റെ സ്വന്തമാവണം എന്നുള്ള ആ ഒരു തീരുമാനത്തോട് കൂടിയിട്ട് എന്താക്കി, ആ ഒരു നഴ്സിന്റെ കയ്യിൽ കൊടുത്തയക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്, സിറ്റുവേഷൻ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്, എക്സ്പെക്ടബിൾ ഡിസ്കോഴ്സസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോയിൽ വരാനിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. നിങ്ങൾക്ക് ഈ ഇത്രയും ക്യാരക്ടേഴ്സ്, നമ്മൾ ഓൾറെഡി ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞു. ഇതിൽ നിന്ന് ജാക്കിന്റെയോ അല്ലെങ്കിൽ ഓൺ ജെയിന്റെയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഇവരുടെ ക്യാരക്ടർ സ്കെച്ച്. അതുപോലെ തന്നെ ചിലപ്പോൾ ജില്ലിന്റെ ചോദിച്ചേക്കാം, ബട്ട് മെജോറിറ്റി ഓഫ് ചാൻസ് ഉള്ളത് ജാക്കും ഓൺ ജെയിനുമാണ്. നമുക്ക് നോക്കാം അവരുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം. ജാക്കിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത്, ജാക്ക് ഇസ് എ യങ് മാൻ ഹു വാണ്ട്സ് ടു ലീഡ് എ ലക്ഷറിയസ് ലൈഫ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് ചൈൽഡ്. കുട്ടിയുടെയും അതുപോലെ തന്നെ വൈഫിന്റെയും കൂടെ നല്ല ലക്ഷൂറിയസ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു യുവാവാണ്. ഹീസ് എ വിക്ടിം ഓഫ് മോഡേൺ കൺസ്യൂമറിസം. ഈ ഒരു മോഡേൺ കൺസ്യൂമറിസം, അതായത് EMI സിസ്റ്റത്തിന്റെ ഒരു വിക്ടിമാണ്. ഹി ഏൺസ് ഓൺലി £6 and spends £7 and 8 a week. ആകെ £6 അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ. £7+ ആണ് അദ്ദേഹം എന്താക്കുന്നത്, EMI സ്കീമിലൂടെ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെന്ത് ചെയ്യും? ഹിസ് വീക്ക്ലി പ്രീപേയ്മെന്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് ഇസ് മോർ ദാൻ ഹിസ് ഏർണിംഗ്. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചെലവാണ്. Okay, and he lives in a well furnished house with all luxuries. നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള എല്ലാ ലക്ഷറിയസ് കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കിടിലം വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. He has bought costly furniture, refrigerator, piano, radio, car, etc. ഇത്രയും തുടങ്ങിയ പല സംഭവങ്ങളൊക്കെ ഈ ഒരു സ്കീമിൽ വാങ്ങിയതാണ്. ഓൺ ഇൻസ്റ്റാൾമെന്റ് സ്കീമിലാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. He is unaware of the consequence of the trap of installment. ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിന്റെ ട്രാപ്പിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ even though he was given several warning about this adverse impact of the installment scheme, he was not willing to budge from it. കുറേ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, നമ്മുടെ ഓൺ ജെയിൻ നൽകിയിട്ടുണ്ടെങ്കിലും അത് ഒന്നും സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തെ പാടെ അവഗണിക്കാൻ ആര് തയ്യാറല്ല? നമ്മുടെ ജാക്ക് തയ്യാറല്ല. ഇറ്റ് ഷോസ് ഹിസ് നെഗ്ലിജൻസ് ആൻഡ് ഗ്രീഡ് ഫോർ പ്ലഷർ. ആ ഒരു ആഗ്രഹത്തോടുള്ള, അല്ലെങ്കിൽ അവന്റെ ആ ഒരു സന്തോഷങ്ങൾ കൊണ്ടുള്ള, അല്ലെങ്കിൽ അവന്റെ ആ ഒരു പ്ലഷറിനോടുള്ള ആ ഒരു നെഗ്ലിജൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. അവന്റെ ആർത്തിയോടുള്ള ആ ഒരിക്കലും
ഒരിക്കലും ആ ആർത്തി അവനെ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ത്രിൽ ഓഫ് ലൈഫ് വിത്തൗട്ട് ഏർണിംഗ് എനിത്തിങ് ഫ്രൂട്ട്ഫുൾ. അല്ലെങ്കിൽ കുറെ സമ്പത്ത് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ മതിയായ രീതിയിലുള്ള സമ്പത്തുകളൊന്നും കരസ്ഥമാക്കാതെ അല്ലെങ്കിൽ അതൊന്നും നേടാതെ അവൻ എന്താക്കണം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് നോ കൺട്രോൾ ഓവർ ഹിസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡേഞ്ചർ ബിഹൈൻഡ് ഇറ്റ്. അതിന്റെ പിന്നിലെ ഡേഞ്ചറിനെ അവർ അറിയുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെൻഡിച്ചർ അവൻ എന്താക്കുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല. ഹി ടേക്സ് അൺനെസറി റിസ്ക് ടു ലീഡ് എ ലാവിഷ് ആൻഡ് റാക്ലെസ് ലൈഫ്. വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അനാവശ്യമായ സാധനങ്ങളൊക്കെ, അനാവശ്യമായ റിസ്കുകളൊക്കെ അവൻ എടുത്ത് തലയിലേക്ക് വെക്കുകയാണ്. ഇറ്റ്സ് മേ റൂയിൻ ഹിസ് ഫ്യൂച്ചർ. അവന്റെ ഭാവി തകർന്നേക്കാം. ആൻഡ് ലൂസ് റിയൽ ഹാപ്പിനെസ്. യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെട്ടേക്കാം. ആൻഡ് പീസ് ഓഫ് മൈൻഡ് ഇൻ ഹിസ് ഡെയിലി ലൈഫ്. നിത്യജീവിതത്തിലുള്ള ആ ഒരു പീസ് ഓഫ് മൈൻഡ് അവന് നഷ്ടപ്പെട്ടേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി അവനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ക്യാരക്ടേഴ്സുമായിട്ടുള്ള കണക്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ, അവന്റെ സ്വഭാവം എഴുതി വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ആ ഒരു മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ബിഹേവിയർ എന്താന്നുള്ളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി അവന്റെ ചിന്താഗതി എഴുതി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ആ ഒരു ഹെഡിങ് എഴുതാൻ മറന്നു പോയത്. ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഹെഡിങ് എഴുതി കൊടുക്കുക. അതിനുശേഷം അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ഓൺ ജെയിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഓൺ ജെയിൻ ഈസ് ഹൈലി പ്രാക്ടിക്കൽ വുമൺ. ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വുമൺ ആണ് അല്ലെ, അതായത് ഭയങ്കര തോട്ട്ഫുൾ ആണ്. അതുപോലെ തന്നെ ഷീ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ പ്ലേ. ഈ ഒരു നാടകത്തിലുള്ള പിന്നെ വൺ ആക്ട് പ്ലേ ആണത്. ഇതിലെ മെയിൻ ക്യാരക്ടർ ആണ്. ഷീ ഈസ് എ കൈൻഡ് ആൻഡ് ജനറസ് ലേഡി ഹു ഹെൽപ് ജാക്ക് ആൻഡ് ജിൽ ഫൈനാൻഷ്യലി ടു സേവ് ദം ഫ്രം ദ ഡെപ്റ്റ് ട്രാപ്പ്. അവരുടെ കടത്തിൽ കുടുങ്ങി കിടക്കുന്ന ആ ഒരു ട്രാപ്പിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജാക്കിനും ജില്ലിനും എന്ത് കൊടുത്തു, അവരെ സഹായിക്കാൻ വേണ്ടി പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷീ ഈസ് എ കീ ക്യാരക്ടർ ഇൻ ദ പ്ലേ ആൻഡ് ഷീ ടെൽസ് ജാക്ക് ആൻഡ് ജിൽ അബൌട്ട് ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീമിനെ പറ്റിയുള്ള നെഗറ്റീവ് വശങ്ങളൊക്കെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഓൺ ജെയിൻ ആണ്. ഷീ ഹാസ് ഗിവൺ ദം എ ചെക്ക് ടു സെറ്റിൽ വൺ ബിൽ ടു മേക്ക് അറ്റ്ലീസ്റ്റ് വൺ ഐറ്റം അറ്റ് ദെയർ ഓൺ. അവരുടെ എന്തെങ്കിലും ഒരു വസ്തു അവർ സ്വന്തമാക്കണമെന്ന് കരുതിയിട്ട് എന്താക്കുന്നുണ്ട്, ഒരു ബില്ലൊക്കെ കൊടുക്കുന്നുണ്ട്, പണമൊക്കെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഷീ വാണ്ട് ദം ദാറ്റ് ദേ ഷുഡ് കീപ് അവേ ഫ്രം ദിസ് ടൈപ്പ് ഓഫ് പർച്ചേസ്. ഇതുപോലത്തെ പർച്ചേസ് ഒക്കെ നിങ്ങൾ എന്താക്കണം, ഒഴിവാക്കണം, അതൊക്കെ ദൂരെ കളയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വുഡ് പുട്ട് ദം ഇൻ എ ഡീപ് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി നിയർ ഫ്യൂച്ചർ. അടുത്ത ഭാവിയിൽ തന്നെ അവർ വലിയൊരു ഫൈനാൻഷ്യൽ ക്രൂഷ്യാലിറ്റിയിലേക്ക് അവർ എത്താൻ പോവുകയാണ്, ഒരു ഡിഫിക്കൽട്ടിയിലേക്ക് എത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ ഇൻസ്ട്രക്റ്റഡ് ദം ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് practices which might ruin their life and career. അവരുടെ കരിയറും അവരുടെ ലൈഫും ഒക്കെ റൂയിൻ ചെയ്യപ്പെടും, അത് നശിപ്പിക്കപ്പെടും. ഇതുപോലത്തെ ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ ധാരാളം സാധനങ്ങൾ, 1-2 സാധനം വാങ്ങിയത് കറക്റ്റ് അടയ്ക്കുക എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് ഈടിലുള്ള മുഴുവൻ സംഭവങ്ങളും ഈ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിന് പണം അടയ്ക്കാനില്ലെങ്കിൽ വേറെ ലോൺ വാങ്ങും, ആ ലോൺ എടുക്കാൻ വേണ്ടി വേറെ ലോൺ. ഇപ്പോഴത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡാണ് അതിന്റെ വൈബ്. ഓക്കെ, അങ്ങനെ ഷീ ഹാസ് പ്ലേഡ് ഇൻ എ കീ റോൾ ടു കീപ് ദം അവേ ഫ്രം ദ ഇൻസ്റ്റാൾമെന്റ് സ്കീം. ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വിദൂരത്താക്കാൻ വേണ്ടിയിട്ട് ഇവള് നല്ലൊരു കീ റോള് തന്നെ, അതൊരു സുപ്രധാനമായ ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി വേണമെങ്കിൽ അവസാനം നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിന്റെ അഭിപ്രായം കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓക്കെ ആണ്, അതും കൂടി എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചിങ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഡയറി ആണ് എക്സ്പെക്ടബിൾ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ടബിൾ ആയിട്ടുള്ള ഡയറി എന്ന് പറയുന്നത്, ഓൺ ജെയിൻ ഈസ് വെറി അബൌട്ട് ദ ഫൂളിഷ് വേ ഓഫ് ലിവിംഗ് ദി ജാക്ക് ആൻഡ് ജിൽ. ജാക്കും ജില്ലും ജീവിക്കുന്ന ഈ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് കണ്ടപ്പോ നമ്മുടെ ഓൺ ജെയിൻ ഭയങ്കര വെറിഡായി. ഷീ റൈറ്റ്സ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഇൻ ഹർ ഡയറി എൻട്രി. അവളുടെ സ്വന്തം ഡയറിയിൽ അവളുടെ കംപ്ലീറ്റ് ഫീലിംഗ്സും എഴുതി വെക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ഡയറി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോ, ദാ പിടിച്ചോ. ഡയറി എന്ന സമയത്ത് ഡേറ്റ് എഴുതണം. അതുപോലെ തന്നെ എക്സാക്ട് നമ്മുടെ ഓൺ ജെയിന് എഴുതുന്നത് പോലെ എഴുതണം, ആയി വെച്ചിട്ട് എഴുതണം. ഓക്കെ, ഹൗ ഫൂളിഷ് ജാക്ക് ആൻഡ് ജിൽ ആർ. അവരുടെ എക്സാക്ട് ഫീലിംഗ് എന്താന്നുള്ളത് ഫസ്റ്റ് എഴുതി കൊടുക്കുക. ഫസ്റ്റ് ഒന്നുകൂടെ കേട്ടോ, എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് ഡേറ്റ് എഴുതി കൊടുക്കുക, അവസാനം ഫീലിംഗ്, എന്താണ് അവരുടെ എക്സാക്ട് ഫീലിംഗ് എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ഫോമിലായിരിക്കണം അത് എഴുതേണ്ടത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, എന്തൊരു മണ്ടന്മാരാണ്, എന്തൊരു വിഡ്ഢികളാണ് നമ്മുടെ ജാക്കും ജില്ലും. ദേ ആർ ഇൻസെൻസിബിൾ ആൻഡ് സ്റ്റുപ്പിഡ്. അവർ മണ്ടന്മാരാണ്, സ്റ്റുപ്പിഡ് ആണ്, അതുപോലെ തന്നെ തീരെ സെൻസ് ഇല്ലാത്തവരാണ്. ഹീസ് എക്സ്ട്രാ വേഗന്റ് ആൻഡ് കെയർലെസ് ഇൻ അൺനെസറി എക്സ്പെൻഡിച്ചർ. അനാവശ്യമായ പർച്ചേസിൽ അതിനുവേണ്ടി അനാവശ്യമായ ചെലവാക്കുന്നതിൽ അവരെന്താണ്, തീരെ കെയർലെസ് ആണ്, കെയർ ഇല്ലാത്തവരാണ്. ദേ സ്പെൻഡ് സെൻസ്ലെസ്ലി ആൻഡ് ദിയർ മിസറീസ് വിൽ ഇൻക്രീസ് ഡേ ബൈ ഡേ. അവരുടെ ദുരിതങ്ങൾ ഡേ ബൈ ഡേ അവരെന്താക്കും, വർദ്ധിച്ചു കൊണ്ടിരിക്കും. അവർ തീരെ സെൻസ് ഇല്ലാതെയാണ് ചെലവഴിക്കുന്നത്. Jack earns only 6 pounds a week, but he spends more than that. 6 കിട്ടണല്ലോ, പക്ഷെ അതിലധികം അവൻ ചെലവാക്കുന്നുണ്ട്. He is unaware of his expense. അവന്റെ എക്സ്പെൻസിനെ പറ്റിയിട്ട് അവനെ അറിയാത്തവനാണ്, അറിയില്ല. I don't know what happened to him. അവൻ എന്താ പറ്റിയേ? നല്ലൊരു മോനായിരുന്നു, എന്തൊക്കെയോ സംഭവിച്ചു. He likes to live luxuriously with his small income.
ചെറിയ വരുമാനത്തിൽ വലിയ അംബാനിയെ പോലെ ജീവിക്കണം, പക്ഷെ ആകെ 10,000 മാത്രമേ എന്തുള്ളൂ ആ വരുമാനമുള്ളൂ. അതുപോലെയാണ് അവൻ. ഹി ഇസ് നോട്ട് അറ്റ് ഓൾ worried about his future. അവന്റെ ഭാവിയെ പറ്റി അവനൊരു ചിന്തയില്ല, അല്ലെ? ഓക്കെ, ഹി വിൽ ബി ഇൻ ഡീപ് ഫൈനാൻഷ്യൽ ട്രബിൾ സൂൺ. അവനൊരു വലിയൊരു ഫൈനാൻഷ്യൽ ട്രബിളിലായി ആവാൻ ചാൻസ് ഉണ്ട്. മീൻസ് ഇതൊക്കെ ആരുടെ തോട്ടാണ്? നമ്മുടെ ഓൺ ജെയിൻ സ്വന്തം ചിന്തിക്കുന്നത്, അവളുടെ സ്വന്തം ചിന്തകളാണ് അവൾ ഡയറി ആയിട്ട് എഴുതുന്നത്. ഹി ഷുഡ് ബി മോർ കെയർഫുൾ അബൌട്ട് ഹിസ് ഫൈനാൻഷ്യൽ ഡീലിംഗ്. അവൻ കുറച്ചുകൂടി ഫൈനാൻഷ്യൽ ഡീലിംഗ് കുറച്ചുകൂടി കെയർഫുൾ ആവേണ്ടതുണ്ട്. നോർമൽ ലൈഫ് വിൽ ബി ഇമ്പോസിബിൾ. അവനൊരു നോർമൽ ലൈഫിന് കിട്ടൂല. ഹിസ് ചൈൽഡ് ഈസ് ഗ്രോയിങ്. അവന്റെ കുട്ടി വലുതാണ്ടോ. ഓക്കെ, ആൻഡ് ദേ വിൽ ഹാവ് മോർ എക്സ്പെൻസ് ഇൻ ഫ്യൂച്ചർ. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ പിന്നെ മെഡിക്കൽ ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും അതിനൊക്കെ വേണ്ടി കുറെ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ടല്ലോ, എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ. ദേ ഹാവ് ടു കൺട്രോൾ ദ എക്സ്പെൻഡിച്ചർ ഓർ ദേ വിൽ ഹാവ് ടു റീപെൻ ഇൻ ഫ്യൂച്ചർ. അവർ കൺട്രോൾ ചെയ്യണം, അവരുടെ സ്പെൻഡ് ചെയ്യുന്നത്, അവർ എക്സ്പെൻഡിച്ചർ അവർ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അവർ ദുഃഖിക്കേണ്ടി വരും. യെസ്, ഐ അഡ്വൈസ് ദം plenty of time to keep away from this type of foolish purchase. ഇതുപോലത്തെ മണ്ടൻ പർച്ചേസിൽ നിന്ന് വിദൂരത്താവാൻ വേണ്ടി ഞാൻ ധാരാളം ഉപദേശിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, പ്ലീസ് സേവ് ഹിം. ദൈവമേ അവനെ രക്ഷിക്കണേ. ഒരു പ്രാർത്ഥനയാണ് ദൈവത്തോടുള്ള. അതും ഒരു ഡയറിയിൽ ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് ഇതുപോലത്തെ ഒരു ഡയറി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പല ഡയറിയും എഴുതാൻ പറ്റുമായിരിക്കും. ഇത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്റെ മോനെ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത കിടിലൻ സാധനം ഇതെനിക്ക് കിട്ടും. ഓക്കെ, ആ ലെവലിലായിരിക്കും ഉണ്ടാവുക. അടുത്തത് ഇൻഫോർമൽ ലെറ്റർ ആണ്. ഇതിൽ ഒരു ഫോർമൽ ലെറ്ററിനുള്ള സാധ്യത വളരെ കുറവാണ്. എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പൊ വീഡിയോ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കാൻ മറന്നുപോയ ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് ലൈക്ക് അടിക്കാൻ മറന്നുപോയത്. സെറ്റാക്കുക. ഇൻഫോർമൽ ലെറ്റേഴ്സ് ആണ്, ലെറ്റർ ആണ് പറയുന്നത്. എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ ലെറ്റർ ഇതാ പിടിച്ചോ. ഓൺ ജെയിൻ ആണ് ഇവിടെയും എഴുതുന്നത്. ആർക്ക്? ജാക്കിനും ജില്ലിനും വേണ്ടിയിട്ട്. അവരോട് അഡ്വൈസിങ് ടു ചേഞ്ച് ദെയർ വേ ഓഫ് ലൈഫ്. അവരുടെ ആ ഒരു ജീവിത രീതി മാറ്റാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു കത്താണ് അവർ എഴുതാൻ പോകുന്നത്. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ ഓഫ് ഓൺ ജെയിൻ. ആ ഒരു ആൻഡ് ജെയിന്റെ ആ ഒരു കത്ത് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് പവറാക്കാം, സെറ്റാക്കാം. ഒരു 5 മാർക്ക് 5-7 മാർക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പിടിച്ചു. നിങ്ങൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇതാണ് കണ്ടോ അഡ്രസ്. ഓക്കെ, അഡ്രസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം. റോസ് വില്ല, ന്യൂ ഇംഗ്ലണ്ട് എന്നുള്ള ആ ഒരു അഡ്രസ്, സിമ്പിൾ ആയിട്ടുള്ള അഡ്രസ് എഴുതി കൊടുക്കുക. ഏതെങ്കിലും അഡ്രസ് എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ, ഇവിടെ ഡേറ്റ് ആണ് എഴുതേണ്ടത്. ആ ഒരു സാല്യൂട്ടേഷൻ ആണ് നമ്മൾ എവിടെ കൊടുക്കാൻ പോകുന്നത്? അതിനെ നേരെ അടിയിൽ കൊടുക്കാൻ പോകുന്നത് സാല്യൂട്ടേഷൻ ആണ്. ഈ സാല്യൂട്ടേഷന് മുമ്പായിട്ട് ഇവിടെ ഡേറ്റ് വേണം. അതുപോലെ തന്നെ ഇവിടെ ഇത് എന്ന് പറയുന്നത് ആക്ച്വലി അഡ്രസ് ആണ്. അഡ്രസ് വിത്തൗട്ട് നെയിം ട്ടോ, വിത്തൗട്ട് നെയിം. എഴുതുന്ന ആളുടെ നെയിം അവസാനമാണ് കൊടുക്കുന്നത്. അതിവിടെ പിടിച്ചതാ. യെസ്, ജെയിൻ എന്നുള്ള നെയിം അവസാനമാണ് കൊടുക്കുന്നത്. അത് മസ്റ്റ് ആയിട്ടും അങ്ങനെയാണ് ഇൻഫോർമൽ ലെറ്ററിൽ കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക. ഇതൊരു ഫോർമാറ്റ് ആണ്. ഹൗ ആർ യു, ഹോപ്പ് യു ആർ കീപ്പിംഗ് ഫൈൻ, നിനക്ക് സുഖം എന്ന് കരുതുന്നു എന്നുള്ള സംഭവം കൊടുക്കുക. ഓക്കെ, നിന്നോട് വലിയൊരു കാര്യം പറയാനുണ്ട്, ഷോക്കിംഗ് എക്സ്പീരിയൻസ് നിന്നോട് പറയാനായിരിക്കുന്നുണ്ട്. ഐ വാസ് ഷോക്ക്ഡ് ആൻഡ് സ്റ്റണ്ട് ടു സീ ദ വേ ഓഫ് യുവർ ഫൂളിഷ് ലിവിംഗ്. നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു മണ്ടൻ ജീവിതത്തെ പറ്റിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കണ്ടിട്ട് പേടിച്ചു പോയി, ഷോക്കായി പോയി. കാൻ ഇമാജിൻ വാട്ട് വിൽ ഹാപ്പൻ ടു യു സൂൺ. നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. യുവർ ഫ്യൂച്ചർ ഈസ് ഡാർക്ക് ആൻഡ് ഗ്രീം. നിങ്ങളുടെ ഭാവി വളരെ ഇരുട്ടിലും വളരെ മ്ലേച്ഛവുമാണ്, വളരെ മോശമാണ്. യു കാൻ എക്സ്പെക്ട് ഫ്രം ദ ക്ലച്ചസ് ഓഫ് ഡെപ്റ്റ് ട്രാപ്പ് സൂൺ. അടുത്ത് തന്നെ കടത്തിന്റെ ആ ഒരു ട്രാപ്പിൽ നിന്ന്, അതിന്റെ ക്ലച്ചിൽ നിന്ന്, നിങ്ങൾക്ക് അതിന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇഫ് യു കണ്ടിന്യൂ ടു പർച്ചേസ് ദം സെയിം, ഇതുപോലെ നിങ്ങൾ ഇനിയും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ദിസ് കെയർലെസ് പർച്ചേസ്. ഇതുപോലെ നിങ്ങൾ ഇനിയും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താക്കും? കടത്തിലാക്കപ്പെടും എന്ന് പറയാണ്. പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ദിസ് കെയർലെസ് പർച്ചേസ്. ഇതുപോലെ കെയർലെസ് ആയിട്ടുള്ള പർച്ചേസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തോ. യു പർച്ചേസ് വോണ്ട് മേക്ക് യു ഹാപ്പി ആൻഡ് കണ്ടന്റഡ്. നിനക്ക് ഇതുപോലത്തെ പർച്ചേസുകൾ നിനക്ക് സന്തോഷം വരില്ല, ഒരിക്കലും കണ്ടന്റഡ് ആക്കുകയില്ല. കണ്ടന്റഡ് നമ്മൾ ഹാപ്പി ആക്കുകയില്ല. അവർ നീഡ്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയില്ല. നമുക്ക് റോക്കറ്റ് പോകാൻ വരെ ആഗ്രഹം ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് പൊരയും കൂടി വിട്ടിട്ട്, പൊരയും സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് നമ്മൾ റോക്കറ്റ് പോകണോ? നോ, യു ഷുഡ് നോട്ട് റിസോർട്ട് ടു ദിസ് കൈൻഡ് ഓഫ് പർച്ചേസ്. നീ ഒരിക്കലും ഇതുപോലത്തെ പർച്ചേസ് ഒന്നും ചെയ്യാൻ പോകരുത്. ഇറ്റ്സ് നോട്ട് ഓൾ ബെനിഫിഷ്യൽ ഫോർ യു. ഇത് ഭയങ്കര ഉപകാരം കിട്ടുന്ന സംഭവമൊന്നുമല്ല. ദേ ബിക്കം റിച്ച് ആൻഡ് ഏൺ എ ബിഗ് എമൗണ്ട് ഫ്രം അസ്. നമ്മളിൽ നിന്ന് ധാരാളം എമൗണ്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടും പലിശ ആയിട്ടും ഒക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നീ ഇത് നല്ലൊരു കാര്യമായിട്ട് എടുക്കുക. നമ്മളെ കൊണ്ട് അവരാണ് പണക്കാരാവുന്നത് പറഞ്ഞു കൊടുക്കുകയാണ്. Now it's time to understand the adverse consequence of the installment system. ഇപ്പോ നീ ഇത് എന്തായാലും മനസ്സിലാക്കണം. ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിന്റെ കോൺസിക്വൻസ്, അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. You have to think practically and act wisely immediately. എത്രയും പെട്ടെന്ന് നീ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം.
പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. പ്ലീസ് ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ പഠിക്കൂ. വി ഷുഡ് നോട്ട് ബി മെറ്റീരിയലിസ്റ്റിക് അറ്റ് ഓൾ. എല്ലായ്പ്പോഴും നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആവാൻ പാടില്ല. വസ്തുക്കളോടുള്ള പ്രണയം ഉണ്ടാവാൻ പാടില്ല. ഹോപ്പ് യു വിൽ സെറ്റിൽ വൺ ഓഫ് ദ ബിൽ ഇമീഡിയറ്റ്ലി ടു അവോയ്ഡ് ഫ്യൂച്ചർ ട്രബിൾസ്. ഭാവിയിലുള്ള ട്രബിൾസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബില്ലെങ്കിലും നീ സെറ്റിൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നൗ യുവർ ചൈൽഡ് ഇസ് നോട്ട് യുവേഴ്സ്. നിന്റെ കുട്ടി നിന്റേതല്ല. കൈൻഡ്ലി പേ ഇമീഡിയറ്റ്ലി യൂസിങ് മൈ ചെക്ക്. ഞാൻ കഴിച്ചു തന്ന ആ ഒരു ചെക്ക് കൊണ്ട് നീ ഇതാക്കുക ആ ഒരു കുട്ടിയെങ്കിലും സ്വന്തമാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. ഹോപ്പ് ടു മീറ്റ് യു സൂൺ. അവസാനം ഒരു കൺക്ലൂഡിംഗ് വേർഡ് കണ്ടോ. ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ കത്തിന്റെ ഫീല് കിട്ടും. സെറ്റ് ആവും. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ജെയിനുള്ള ആ ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. ഇതാണ് ഇതിന്റെ ഫോമാറ്റ്, ഇതാണ് ഇതിന്റെ ഫ്ലോ. ഇത് വെച്ചിട്ട് ഇതുപോലത്തെ ലെറ്റർ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, പവർ ആക്കണം, സെറ്റ് ആക്കണം. നെക്സ്റ്റ് ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി പറയാൻ പോവുകയാണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ഇല്ല. ഏതൊക്കെ രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാമെന്ന് കൂടിയാണ് പറയുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം, ഇനിയും നിങ്ങൾക്ക് ദിവസങ്ങളുണ്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കുറച്ചുകൂടി പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ അസ്ത്ര ബാച്ചിന്റെ എമൗണ്ട് കുറച്ചിട്ടുണ്ട്. 1999 എന്ന് പറയുന്ന ഒരു മാജിക് പ്രൈസിനാണ് നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും റിവിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ പോവാണ്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ നമ്പർ മറന്നു പോകണ്ട. ഈ നമ്പർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. മുഴുവൻ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നുകൂടി എടുത്തു തരും, സെറ്റ് ആക്കും, പവർ ആക്കും. അത് മാത്രമല്ല എക്സാം വരുന്നുണ്ട്. സൈലത്തിന്റെ എക്സാം വരുന്നുണ്ട്. ഒരു മോഡൽ എക്സാം. ദാറ്റ്സ് ഗോണ ബി ബ്ലാസ്റ്റ്. ദാറ്റ്സ് ഗോണ ബി ദ റോക്ക്. ഓക്കെ, നമ്മൾ നടത്തുന്ന ആ ഒരു എക്സാം നിങ്ങൾക്ക് വളരെ വളരെ എക്സാക്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. ക്രിസ്മസ് എക്സാമിന് വരാനിരിക്കുന്ന എക്സാം പോലെ ആയിരിക്കും നിങ്ങൾക്ക് നമ്മളെ സൈലത്തിൽ നടത്തുന്ന എക്സാം വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാം നടക്കുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക, സെറ്റ് ആക്കുക. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കും. സ്ലൈഡും നോട്ട്സ് ഒക്കെ ഇൻസ്റ്റന്റ് ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ നമ്മളെ ആപ്പിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടീച്ചേഴ്സ് ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സോ ഇനി നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആക്ച്വലി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഫോർ ദ പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഓക്കെ, വിളിച്ചോ. Jack writes a letter to Aunt Jane expressing gratitude for her consideration and immense help she gave them. Jack തിരിച്ച ലെറ്റർ ഇത് ഓൺ ജെയിനിക്ക്. നിങ്ങൾ അയച്ച ചെക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിൽ. ഓക്കെ, റൈറ്റ് പോസിബിൾ ലെറ്റർ. അതുപോലത്തെ ഒരു ലെറ്റർ നിങ്ങളോട് എഴുതാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ എഴുതും? മറ്റൊരു ക്വസ്റ്റ്യൻ വിളിച്ചു. ഓൺ ജെയിൻ ദ പ്ലേ ദ നെവർ നെവറസ്റ്റ് വാണ്ട്സ് ജാക്ക് ആൻഡ് ജൂലി ഗെയിംസ് സ്പെൻഡിങ് ഓവർ അബവ് ദെയർ മീൻസ്. അവരുടെ സ്പെൻഡ് മീൻസ് ആക്ച്വലി അവരുടെ വരുമാനത്തിനേക്കാളും കൂടുതൽ എക്സ്പെൻഡിച്ചർ കൂടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവരെ ഉപദേശിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. light of your reading of the play, prepare a review of it. ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ റിവ്യൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. പിന്നെ ഏതെങ്കിലും കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താക്കാം എക്സ്പെക്റ്റബിൾ ആണ്. അതുകൊണ്ട് നന്നായിട്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, ഗ്രാമറും കാര്യങ്ങളും സെറ്റ് ആക്കുക. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സും നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഗോണ ഹെൽപ്പ് യു ഇൻ ഫ്യൂച്ചർ എക്സാമിനേഷൻ. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് ഇതുപോലെ ഏത് ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ഏത് ചാപ്റ്ററാണ് ഇതുപോലെ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഒരു എക്സ്ട്രാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയൂ കാര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം. അത് മാത്രമല്ല ഈ വീഡിയോ എടുത്ത സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എന്നുള്ളത്, ഹൗ വാസ് ദ വീഡിയോ, ഓക്കെ, ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് ഇതുപോലെ ചെയ്യേണ്ടത് എന്നുള്ളതും ജസ്റ്റ് കമന്റ് ചെയ്യാം. അത് നോക്കിയിട്ടായിരിക്കും ഇനി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും. അതുപോലെ തന്നെ നിങ്ങളുടെ ധാരാളം SSLCയിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അവരും പഠിക്കട്ടെ, സെറ്റ് ആവട്ടെ, പവർ ആവട്ടെ, അവർക്കും കിട്ടട്ടെ ഫുൾ A+. Let's see another video with another session. Until it's bye. Thank you. It's me, Jamshad. You can always call me JD, signing off from Xylem Learning.